നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ട്. തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ തിരുവമ്പാടി ദേവസ്വത്തിന് വിമർശനം. റിപ്പോർട്ട് പുറത്തു വന്നതിൽ അന്വേഷണം വേണമെന്ന് VS സുനിൽകുമാർ. അന്വേഷണം CBIക്ക് വിടണമെന്ന് തിരുവമ്പാടി ദേവസ്വം. സ്വർണ്ണക്കടത്ത് കേസിൽ MR അജിത് കുമാറിന്റെ മൊഴിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പിന് പരാതി നൽകി ഇന്റലിജൻസ് ADGP P. വിജയൻ. വനനിയമ ഭേദഗതിയിൽ LDF-ൽ അഭിപ്രായ ഭിന്നത. അതൃപ്തി അറിയിച്ച് കേരള കോൺഗ്രസ് M മുഖ്യമന്ത്രിയെ കണ്ടു. കേരള കോൺഗ്രസ് എമ്മിന്റെ എതിർപ്പ് വേണ്ടത്ര ചർച്ചയില്ലാതെയെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഭേദഗതി അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നതാണെന്നും മന്ത്രിക്ക് നേരം വെളുത്തിട്ടില്ലെന്നും താമരശ്ശേരി ബിഷപ്പ്. പ്രതികരിക്കാതെ CPI. വിഖ്യാത സംവിധായകൻ ശ്യാം ബെനഗൽ അന്തരിച്ചു. അന്ത്യം 90-ാം വയസ്സിൽ മുംബൈയിൽ. മൺമറഞ്ഞത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും പത്മഭൂഷണും നൽകി രാജ്യം ആദരിച്ച മഹാപ്രതിഭ. ഇന്ത്യയിൽ അഭയം തേടിയ ഷെയ്ഖ് ഹസീനെ മടക്കി അയക്കണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശിന്റെ കത്ത്. നയതന്ത്ര തലത്തിൽ കത്തയച്ചത് വിദ്യാർത്ഥി പ്രക്ഷോഭ സമയത്തെ കൂട്ടക്കൊലയിൽ ഹസീനെ വിചാരണ ചെയ്യേണ്ടതുണ്ടെന്ന് കാട്ടി. കത്ത് ഇന്ത്യ ബംഗ്ലാദേശ് കുറ്റവാളി കൈമാറ്റ കരാറിന്റെ പശ്ചാത്തലം ചൂണ്ടിക്കാട്ടി. അതിവേഗ റെയിൽവേ സംവിധാനമായ RRTS കൊച്ചി കോയമ്പത്തൂർ റൂട്ടിൽ പ്രായോഗികമെന്ന കേന്ദ്ര നഗരവികസന മന്ത്രി മനോഹർ ലാൽ ഖട്ടർ. സംസ്ഥാനത്തിന്റെ ഭൂപ്രകൃതി പദ്ധതിക്ക് അനുയോജ്യമെന്നും നഗരവികസന മന്ത്രാലയം സാധ്യതകൾ പരിശോധിച്ചു വരികയാണെന്നും മന്ത്രി. ആദ്യം ഗൾഫ് വാർത്തകൾ നോക്കാം. കുവൈറ്റിൽ അടുത്ത മാർച്ചിൽ നടപ്പിലാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പുതിയ താമസകാര്യ താമസ നിയമത്തിൽ വലിയ അളവിൽ ലംഘനങ്ങൾ ഇല്ലാതാക്കുന്ന പ്രതിരോധ ശിക്ഷകൾ ഉൾപ്പെടുന്നതായി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ ബ്രിഗേഡിയർ മിഷാൽ അൽ ഷാൻഫ. റെസിഡൻസി ട്രാഫിക് അല്ലെങ്കിൽ റെസിഡൻസിക്ക് പകരമായി പണം വാങ്ങൽ ഒരു കുറ്റകൃത്യമായി കണക്കാക്കി അതിന്റെ ശിക്ഷ 5 വർഷം തടവായി വർദ്ധിപ്പിക്കും. കൂടാതെ ഓരോ തൊഴിലാളികൾക്കും 10,000 ദിനാർ വീതം പിഴയും ഈടാക്കും. നിയമലംഘകരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പിഴ വർദ്ധിപ്പിക്കാൻ പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ടെന്നും വിസ കച്ചവടം നടത്തുന്നത് ഒരു പൊതു ജീവനക്കാരനാണെങ്കിൽ അത് ഇരട്ടിയാക്കുമെന്നും അൽ ഷാൻഫ അറിയിച്ചു. കുവൈറ്റ് പ്രതിരോധ മന്ത്രിയും ആഭ്യന്തര മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ നിർദ്ദേശപ്രകാരം പുതുവത്സര അവധിക്കാലത്തിനായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സമഗ്ര സുരക്ഷാ പദ്ധതി ഒരുങ്ങുന്നു. പൗരന്മാരുടെയും താമസക്കാരുടെയും സ്വൈര്യജീവിതത്തിന് തടസ്സമാകുന്ന ഏതെങ്കിലും പ്രതികൂല സംഭവങ്ങൾ പരിഹരിക്കുന്നതിന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നത് ഉൾപ്പെടെ ഗതാഗതം, ഓപ്പറേഷൻസ്, ക്രിമിനൽ സുരക്ഷാ മേഖലകളെ അണിനിരത്തി പൊതുസുരക്ഷ നിലനിർത്തുന്നതിനാലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കുടുംബങ്ങൾക്കും താമസക്കാർക്കും ആഘോഷിക്കുന്നതിന് സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിന് ചാലറ്റുകൾ, ഫാമുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങിയ പ്രദേശങ്ങൾ സുരക്ഷിതമാക്കുന്നതാണ് പ്രധാന നടപടിക്രമങ്ങൾ. അവധിക്കാലത്തെ തിരക്ക് കണക്കിലെടുത്ത് ദുബായ് എയർപോർട്ടിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിച്ചതായി ദുബായ് കസ്റ്റംസ് അറിയിച്ചു. ക്രിസ്മസ്, പുതുവത്സര അവധിക്കാലത്ത് 5 ദശലക്ഷത്തിലേറെ യാത്രക്കാരെയാണ് ദുബായ് എയർപോർട്ടിൽ പ്രതീക്ഷിക്കുന്നത്. വലിയ ലഗേജുകൾക്കായി 58, ഹാൻഡ് ലഗേജുകൾക്കായി 19 എന്ന തോതിൽ 77 പരിശോധനാ ഉപകരണങ്ങൾ അധികമായി വിമാനത്താവളത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. യാത്രക്കാർക്ക് ലഗേജിലുള്ള സാധനങ്ങൾ, വ്യക്തിഗത വസ്തുക്കൾ, സമ്മാനങ്ങൾ, കറൻസികൾ എന്നിവ യാത്രയ്ക്ക് മുൻപായി ബോധ്യപ്പെടുത്താൻ സഹായിക്കുന്ന ID ക്ലിയർ എന്ന മൊബൈൽ ആപ്പും ദുബായ് കസ്റ്റംസ് അവതരിപ്പിച്ചു. ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി ഇന്ത്യക്കാരായ നിക്ഷേപകരെ ആകർഷിക്കാൻ ജിദ്ദയിൽ കർണാടക സർക്കാർ സംഘടിപ്പിച്ച റോഡ് ഷോ ശ്രദ്ധിക്കപ്പെട്ടു. സൗദിയിൽ വിവിധ മേഖലകളിൽ ബിസിനസ് രംഗത്ത് സജീവമായ മലയാളികൾ അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രവാസി വ്യവസായികൾ സംഗമത്തിന് എത്തി. രാജ്യങ്ങളിൽ നിന്ന് പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ വൈവിധ്യമാർന്ന ഓഫറുകളാണ് കർണാടക സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത്. കർണാടക ധനകാര്യ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ PC ജാഫർ IAS നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ജിദ്ദ പാർക്ക് ഹയാത്ത് ഹോട്ടലിൽ നടന്ന യോഗത്തിൽ നിക്ഷേപകരുമായി സംവദിച്ചു. മൈക്രോ, സ്മോൾ, മീഡിയം, ലാർജ്, എക്സ്ട്രാ ലാർജ് ഇങ്ങനെ പല കാറ്റഗറിയിലായിട്ട്
ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് കർണാടകയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. 5 കോടി രൂപ മുതലുള്ള വിവിധ നിക്ഷേപങ്ങൾക്ക് ആകർഷകമായ സബ്സിഡിയും മറ്റ് ആനുകൂല്യങ്ങളും സർക്കാർ നൽകുമെന്നും അവർ വ്യക്തമാക്കി. TBT, GCC ഗ്ലോബൽ കപ്പാസിറ്റി സെൻറ്റർ, ഓഡിയോ വിഷ്വൽ AVG പോളിസി, അതുപോലെ ടൂറിസം പോളിസി, ഇങ്ങനെ ഒരുപാട് പോളിസികൾ ഈ നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി കർണാടക സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലൊക്കെ ഏകദേശം നമ്മൾ മുടക്കുമുതലിൻ്റെ ഏകദേശം 40 മുതൽ 60% വരെ ഇൻസെൻറ്റീവായിട്ട് തിരിച്ചു കിട്ടുന്നതും അതുപോലെ തന്നെ പല കൺസെഷൻസും കൊടുക്കുന്നത് ഈ പോളിസിയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. MSME വകുപ്പ് ഡയറക്ടർ രതീഷ് പട്ടേൽ IAS, HS ജോയിന്റ് ഡയറക്ടർ ജയകുമാർ, ഡോക്ടർ ശ്രീശാൽ എന്നിവർ നിക്ഷേപകരുമായി സംവദിച്ചു. ജിദ്ദക്ക് പുറമെ റിയാദിലും ദമാമിലും ദോഹയിലും കർണാടക ഉദ്യോഗസ്ഥ പ്രതിനിധി സംഘം നിക്ഷേപ സംഗമങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടകരായ നാസർ വെളിയങ്കോട്ട്, KM സിദ്ദീഖ്, ജാവേദ് മിയന്താദ് എന്നിവർ അറിയിച്ചു. സുൽഫീഖറുദായി, അമൃത ന്യൂസ്, ജിദ്ദ. ഇനി ഇന്നത്തെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. തൃശൂർ പൂരം കലക്കിയത് തിരുവമ്പാടി ദേവസ്വമാണെന്ന് വ്യക്തമാക്കിയുള്ള ADGP MR അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യം കൂടിയായിരുന്നു ഇതെന്നും DGPക്ക് സെപ്റ്റംബറിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട തിരുവമ്പാടി ദേവസ്വത്തിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിലുള്ളത്. പൂരം അലങ്കോലപ്പെടുത്താൻ രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്ന് ദേവസ്വത്തിലെ ചിലർ ഗൂഢാലോചന നടത്തിയതായും പൂരം കലക്കാൻ ഇവർ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ദേവസ്വം ഭാരവാഹികളായ ചിലരുടെ പേരുകൾ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. മുൻ നിശ്ചയിച്ച പ്രകാരം പൂരം നിർത്തിവെച്ചതായി ഇവർ പ്രഖ്യാപിക്കുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു ലക്ഷ്യം. തൽപര കക്ഷികളുടെ താൽപര്യപ്രകാരമാണ് പൂരം കലക്കിയതെന്ന് പറയുന്ന റിപ്പോർട്ടിൽ BJPയുടെ പേര് എടുത്തു പറഞ്ഞിട്ടില്ല. ചില രാഷ്ട്രീയ പാർട്ടികൾ സർക്കാരിനെതിരെ ഇത് ഉപയോഗിച്ചതായാണ് റിപ്പോർട്ട്. BJP നേതാക്കളായ B ഗോപാലകൃഷ്ണൻ, വത്സൻ തില്ലങ്കരി എന്നിവരുടെ പേരുകൾ മൊഴികളിൽ മാത്രമാണ് പരാമർശിച്ചിട്ടുള്ളത്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട് 5 മാസത്തിന് ശേഷമാണ് ADGP M അജിത് കുമാർ ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ DGPക്ക് കൈമാറിയത്. ഇതിൽ വിയോജനക്കുറിപ്പോടെയാണ് DGP റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത്. തുടർന്ന് ഈ റിപ്പോർട്ട് സർക്കാർ തള്ളുകയായിരുന്നു. സംഭവത്തിൽ വിജിലൻസിന്റെയും ഇന്റലിജൻസിന്റെയും DGPയുടെയും അന്വേഷണം തുടരുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാർ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിന്റെ പുറത്തുവന്ന വിശദാംശങ്ങളെ സംശയത്തോടെ വീക്ഷിച്ച് CPI. അടിസ്ഥാനരഹിതമായ കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളതെന്ന് പ്രതിപക്ഷവും പ്രതികരിച്ചു. എന്നാൽ റിപ്പോർട്ട് പരിശോധിക്കട്ടെ എന്ന മറുപടിയാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതേസമയം കേസ് അന്വേഷണം CBIക്ക് വിടണമെന്ന് തിരുവമ്പാടി ദേവസ്വവും ആവശ്യപ്പെട്ടു. അന്വേഷണം വ്യക്തി കേന്ദ്രീകൃതമായി അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ പ്രതികരിച്ചു. കഴിഞ്ഞ സെപ്റ്റംബറിൽ മുഖ്യമന്ത്രിക്ക് കൈമാറിയ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് നിലവിൽ പുറത്തു വന്നത്. തിരുവമ്പാടി ദേവസ്വം ബോർഡിനെ പേരെടുത്ത് വിമർശിച്ചായിരുന്നു അജിത് കുമാറിന്റെ റിപ്പോർട്ടിലെ ഉള്ളടക്കം. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഉന്നയിച്ച് തിരുവമ്പാടി ദേവസ്വത്തിലെ ചിലർ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുവെന്നും പോലീസ് നിയമപരമായ ഇടപെടൽ മാത്രമാണ് ഇക്കാര്യത്തിൽ നടത്തിയതെന്നും പറയുന്ന റിപ്പോർട്ട് സർക്കാർ നേരത്തെ തള്ളിയിരുന്നു. ഇത് വെറുതെ എന്താ പറയുക, പുകമുറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന ഒരു രീതിയാണ്. ഇത് കേരള പോലീസിന് തന്നെ തെറ്റാണ്. ഇനിയിപ്പോൾ എനിക്ക് പേടി, ഇനി ഇതിൻ്റെ പേരിൽ ഞങ്ങൾക്കെല്ലാവർക്കും പുതിയ തരത്തിലുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള കേസും കൂട്ടവും വരുമോ എന്നാണ്. റിപ്പോർട്ട് പുറത്തു വന്നതിൽ ദുരൂഹത കാണുന്നുണ്ടെന്ന് CPI. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ആഭ്യന്തര വകുപ്പും സംസ്ഥാന ഗവൺമെൻറ്റും പറഞ്ഞ ആ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നതിനെ സംബന്ധിച്ച് ഈ ത്രിതല അന്വേഷണത്തിൻ്റെ ഭാഗമായി അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് ദുരൂഹമായൊരു കാര്യമാണ്. റിപ്പോർട്ട് പരിശോധിക്കട്ടെ എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണവും. എന്നാൽ റിപ്പോർട്ട് പ്രഹസനമെന്ന് പ്രതിപക്ഷവും ആഞ്ഞടിച്ചു. ഒരു കാരണവശാലും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കില്ല. അവർ എത്രയോ വർഷങ്ങളായിട്ട് പൂരം നടത്തുന്നതാണ്. ഈ അജിത് കുമാർ ഇപ്പോഴല്ലേ വന്നിട്ടുള്ളത്. ഈ റിപ്പോർട്ട് ഇയാൾ തയ്യാറാക്കുമ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ, കള്ളനെ മോഷണ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുന്നതിന് വരെ അയാളെ ചുമലേൽപ്പിച്ചാൽ അങ്ങനെ ഇരിക്കും. അതാ ഇപ്പോൾ നടക്കും. പൂരം കലക്കലിലെ വസ്തുത കണ്ടെത്താൻ നിലവിൽ ത്രിതല അന്വേഷണം നടന്നു വരികയാണ്. അജിത് കുമാർ പറയും പോലെയാണോ അതോ മറ്റെന്തെങ്കിലുമാണോ ആ റിപ്പോർട്ടുകളിൽ കണ്ടെത്തുകയെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ADGP MR അജിത് കുമാറിനെ തൊടാൻ പിണറായി വിജയന് സാധിക്കില്ലെന്ന് PV അൻവർ MLA. അജിത് കുമാർ മുഖ്യമന്ത്രിയെയും കൊണ്ടേ പോകൂ. കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി അന്വേഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും തൃശൂർ പൂരം കലക്കലിൽ സർക്കാർ വാദിയെ പ്രതിയാക്കാൻ ശ്രമിക്കുന്നുവെന്നും PV അൻവർ മലപ്പുറത്ത് പറഞ്ഞു. അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചാൽ അടുത്ത നടപടി സ്വീകരിക്കുമെന്നും A. വിജയരാഘവന്റെ പ്രസ്താവനയിൽ എന്തുകൊണ്ട് KT ജലീലും PTA റഹീമും V. അബ്ദുറഹ്മാനും പ്രതികരിക്കുന്നില്ല എന്നും അൻവർ ചോദിച്ചു. ആ വിജിലൻസിന്റെ ഡയറക്ടറുടെ കീഴിലുള്ള SP-മാരും DYSP-മാരുമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അപ്പം ഇതിലൊരു ഉദ്യോഗസ്ഥൻ സത്യസന്ധമായ നിലപാടെടുത്തപ്പോ ആ ഉദ്യോഗസ്ഥരെയും കൂടി തലക്കടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, വിജിലൻസിന്റെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ക്ലിയറൻസ് കൊടുക്കുന്നത്. തൃശൂർ പൂരം കലക്കിയതിന് നേതൃത്വം കൊടുത്തത് ADGP MR അജിത് കുമാറാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM BJP ഗൂഢാലോചന നടപ്പാക്കിയത് അജിത് കുമാറാണ്. അജിത് കുമാറിനെതിരായ അന്വേഷണം പ്രഹസനമാണെന്നും VD സതീശൻ പ്രതികരിച്ചു. BJP ഗൂഢാലോചനയുടെ ഭാഗമായി പൂരം കലക്കാൻ ഇംപ്ലിമെന്റ് ചെയ്തത് ഈ ADGP ആണ്. അജിത് കുമാറിനെ കൊണ്ട് അന്വേഷിപ്പിച്ചിട്ട് അയാളുടെ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന് എന്ത് പ്രസക്തി? ഒരു പ്രസക്തിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അന്നേ പറഞ്ഞല്ലോ, എല്ലാ കേസിലും അയാളെ രക്ഷപ്പെടും. അയാളെ പ്രൊട്ടക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല പിണറായി വിജയന്. പോലീസ് തലപ്പത്ത് വീണ്ടും ചേരിപ്പോര്. ADGP MR അജിത് കുമാറിനെതിരെ ഇന്റലിജൻസ് ADGP P. വിജയന്റെ പരാതി. സ്വർണ്ണക്കടത്ത് സംഘവുമായി തനിക്ക് ബന്ധമുണ്ടെന്ന MR അജിത് കുമാറിന്റെ മൊഴിയിൽ നടപടി ആവശ്യപ്പെട്ട് P. വിജയൻ രംഗത്തെത്തി. P. വിജയൻ രേഖാമൂലം നൽകിയ പരാതി DGP ആഭ്യന്തര വകുപ്പിന് കൈമാറി. IPS തലത്തിലെ പോര് വീണ്ടും മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ADGP MR അജിത് കുമാറിനെതിരെ മറ്റൊരു ADGP ആയ P. വിജയനാണ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. PV അൻവർ MLA MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടത്താൻ സർക്കാർ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ നിയോഗിച്ചിരുന്നു. ഈ സംഘത്തിന് MR അജിത് കുമാർ നൽകിയ മൊഴിയിലാണ് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി P. വിജയന് ബന്ധമുണ്ട് എന്ന് ഉന്നയിച്ചിരുന്നത്. P. വിജയന് കരിപ്പൂരിലെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് SP സുജിത് ദാസ് തന്നോട് പറഞ്ഞിരുന്നുവെന്നാണ് അജിത് കുമാർ മൊഴി നൽകിയിരുന്നത്. പിന്നീട് സുജിത് ദാസ് ആകട്ടെ ഇക്കാര്യം നിഷേധിക്കുകയും ചെയ്തിരുന്നു. MR അജിത് കുമാർ നൽകിയ ഈ മൊഴിയിലാണ് നടപടി ആവശ്യപ്പെട്ട് ഇന്റലിജൻസ് മേധാവി P. വിജയൻ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. പരാതി ആഭ്യന്തര വകുപ്പിന് DGP കൈമാറിയിട്ടുണ്ട്. മുമ്പ് കോഴിക്കോട്ട് ട്രെയിനിൽ തീവച്ച സംഭവത്തിൽ പ്രതിയുടെ വിവരങ്ങൾ ചോർത്തിയെന്ന കാരണം പറഞ്ഞ് P. വിജയനെതിരെ MR അജിത് കുമാർ റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ P. വിജയനെ സസ്പെൻഡും ചെയ്തിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി V. ജോയി തുടരും. ആര്യ രാജേന്ദ്രൻ, VK പ്രശാന്ത് ഉൾപ്പെടെ ജില്ലാ കമ്മിറ്റിയിൽ 8 പുതുമുഖങ്ങൾ. EP ജയരാജനെ മാറ്റിയത് പ്രവർത്തന മികവിലെ പോരായ്മ കൊണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചർച്ചയ്ക്ക് മറുപടി പറയവേ വിശദീകരിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ തെറ്റുതിരുത്തൽ രേഖ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ മധു മുല്ലശ്ശേരിമാർ ഉണ്ടാകില്ലായിരുന്നുവെന്നും MV ഗോവിന്ദൻ ആഞ്ഞടിച്ചു. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റിയതിൽ ഇതാദ്യമായാണ് ഒരു പാർട്ടി ഫോറത്തിൽ സംസ്ഥാന നേതൃത്വം വിശദീകരണം നൽകുന്നത്. കൺവീനർ എന്ന പദവിയിൽ പ്രവർത്തനത്തിലെ പോരായ്മ ചൂണ്ടിക്കാട്ടിയാണ് EP ഒഴിവാക്കപ്പെട്ടത്. തിരുത്താൻ അവസരം നൽകിയിട്ടും വീഴ്ചകൾ ആവർത്തിക്കപ്പെട്ടുവെന്നും MV ഗോവിന്ദൻ വിശദീകരിച്ചു. അതേസമയം പാർട്ടിയുടെ തെറ്റുതിരുത്തൽ രേഖ നടപ്പാക്കുന്നതിൽ തിരുവനന്തപുരം ജില്ലാ ഘടകം പരാജയപ്പെട്ടെന്നും അതുകൊണ്ടാണ് മധു മുല്ലശ്ശേരിമാർ ഉണ്ടായതെന്നും MV ഗോവിന്ദൻ രൂക്ഷമായി വിമർശനമുന്നയിച്ചു. 3 ദിവസം നീണ്ടുനിന്ന സമ്മേളനത്തിലെ പ്രതിനിധി ചർച്ചയിൽ സർക്കാരിനെയും പാർട്ടിയെയും ഓരോ വകുപ്പിനെയും സർക്കാരിനെതിരായ വിമർശനം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പ്രതിനിധികൾ ഉന്നയിച്ചു. കോർപ്പറേഷൻ ഭരണത്തെയും SFI DYFI നേതൃത്വത്തെയും വിമർശിച്ചു. ജില്ലാ സെക്രട്ടറിയായി V. ജോയിയെ വീണ്ടും തെരഞ്ഞെടുത്തു. 46 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 8 പേർ പുതുമുഖങ്ങളാണ്. മേയർ ആര്യ രാജേന്ദ്രനും MLA-മാരായ VK പ്രശാന്തും G. സ്റ്റീഫനും OS അംബികയും ഉൾപ്പെടെ ജില്ലാ കമ്മിറ്റിയിൽ അംഗങ്ങളായപ്പോൾ ആനാവൂർ നാഗപ്പൻ, AA റഹീം ഉൾപ്പെടെയുള്ള 8 പേർ ഒഴിവായി. ചിലയിടങ്ങളിൽ തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെന്നും വീഴ്ചകൾ കണ്ടെത്തി മുന്നോട്ട് പോകുമെന്നും MV ഗോവിന്ദന്റെ വിമർശനം ഉൾക്കൊണ്ടുകൊണ്ട് V. ജോയി പ്രതികരിച്ചു. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു പാളിച്ച പറ്റിയിട്ടില്ല. പക്ഷേ ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഒരു ശ്രദ്ധ വേണം എന്നുള്ള നിലപാട് ശരിയാണ്. ആ ഒരു ശ്രദ്ധ ഇനിയുള്ള കാലങ്ങളിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന തീരുമാനമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
CPM വയനാട് ജില്ലാ സെക്രട്ടറിയായി യുവജന നേതാവ് കെ റഫീഖിനെ തെരഞ്ഞെടുത്തു. സുൽത്താൻ ബത്തേരിയിൽ നടന്ന സമ്മേളനത്തിലാണ് അപ്രതീക്ഷിതമായി നിലവിലെ സെക്രട്ടറിയായിരുന്ന പി ഗഗാറിനെ മാറ്റിയുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ. ജില്ലാ കമ്മിറ്റിയിൽ 17 അംഗങ്ങൾ റഫീഖിനെ പിന്തുണച്ചപ്പോൾ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് വോട്ടെടുപ്പ് ഒഴിവാക്കി നേതൃമാറ്റം നടത്തുകയായിരുന്നു. സംസ്ഥാനത്തെ CPMന്റെ പ്രായം കുറഞ്ഞ സെക്രട്ടറിയാണ് കെ റഫീഖ്. സുൽത്താൻ ബത്തേരിയിൽ നടന്ന സമ്മേളനത്തിൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള കെ റഫീഖിന്റെ പ്രവേശനം. 5 പുതുമുഖങ്ങളടങ്ങിയ 27 അംഗ പുതിയ ജില്ലാ കമ്മിറ്റിയിൽ 17 പേർ കെ റഫീഖിനെ പിന്തുണച്ചു. ഇതോടെ വോട്ടെടുപ്പ് ഒഴിവാക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെട്ടു. സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണയും കെ റഫീഖിന് തുണയായി. മൂന്നാമതും നിലവിലെ സെക്രട്ടറി പി ഗഗാറിന് അവസരം ലഭിക്കുമെന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ന്യൂനപക്ഷ മുഖമെന്നതും യുവജന നേതാവെന്ന പരിഗണനയും കെ റഫീഖിനെ തുണച്ചു. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ സെക്രട്ടറിയായി 37-കാരനായ കെ റഫീഖ് മാറും. നിലവിൽ DYFI ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമാണ്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്തെത്തി. SFI ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി, കേന്ദ്ര കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. കാലിക്കറ്റ് സർവകലാശാല മുൻ ജനറൽ സെക്രട്ടറിയുമായിരുന്നു. സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട റഫീഖിന് മുമ്പിൽ വെല്ലുവിളികളും ഏറെയുണ്ട്. സംസ്ഥാന നേതൃത്വം ഇടപെട്ട് അവസാനിപ്പിച്ച ഗ്രൂപ്പിസവും വിഭാഗീയതയും വീണ്ടും വയനാട്ടിൽ നേതൃമാറ്റത്തോടെ മറനീക്കി പുറത്തുവരാൻ സാധ്യതയുണ്ട്. അമൃത ന്യൂസ്, വയനാട്. വർഗീയ പാർട്ടികളുടെ പിന്തുണയോടെയാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിജയിച്ചത് എന്ന വിജയരാഘവന്റെ പരാമർശത്തെ ഒറ്റക്കെട്ടായി പിന്തുണച്ച CPM സംസ്ഥാന നേതൃത്വം രംഗത്ത് വന്നു. വിജയരാഘവന്റെ പരാമർശത്തോടൊപ്പം പാർട്ടി ഉറച്ചു നിൽക്കുന്നുവെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കി. വിജയരാഘവൻ പറഞ്ഞത് പാർട്ടി നയം തന്നെയെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനും PK ശ്രീമതിയും പറഞ്ഞു. വിജയരാഘവന്റെ പരാമർശത്തിൽ UDF ശക്തമായി പ്രതിഷേധിക്കുമ്പോഴാണ് CPM നയം വ്യക്തമാക്കിയതെന്നും ശ്രദ്ധേയമാണ്. പുതിയ വനം നിയമ ഭേദഗതിയിൽ LDFൽ ഭിന്നത തുടരുന്നു. ഭേദഗതിയിലെ കേരള കോൺഗ്രസ് നിലപാടിനെ വിമർശിച്ച് വനം മന്ത്രി AK ശശീന്ദ്രൻ രംഗത്തെത്തി. തന്നിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല കേരള കോൺഗ്രസിന്റെ വിമർശനമെന്നും അവരുടെ മന്ത്രിയായ റോഷി അഗസ്റ്റിനെയാണ് പാർട്ടി തള്ളിപ്പറയുന്നതെന്നും AK ശശീന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു. വനം നിയമ ഭേദഗതിയിൽ ഉണ്ടായിട്ടുള്ളത് അനാവശ്യ വിവാദങ്ങളാണെന്നും മുൻവിധികളില്ലാതെ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ വനനിയമ ഭേദഗതി കർഷകർക്കും മലയോര ജനതയ്ക്കും വലിയ തിരിച്ചടിയാണെന്നായിരുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ വിമർശനം. ഇതിനാണ് വനമന്ത്രി AK ശശീന്ദ്രൻ മറുപടി നൽകിയത്. വേണ്ടത്ര ചർച്ച നടത്താത്തതുകൊണ്ടായിരിക്കും കേരള കോൺഗ്രസിന് കാര്യങ്ങൾ ബോധ്യപ്പെടാത്തതെന്ന് അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ചർച്ചകൾ അവരിത് വേണ്ടത്ര ചർച്ച നടത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ എന്നിലല്ല വിശ്വാസമില്ലാത്തത്, കേരള കോൺഗ്രസ് നേതാക്കന്മാർ റോഷി അഗസ്റ്റിനെ തള്ളി പറയുകയാണോ എന്ന് എനിക്കറിയില്ല. ഒന്നിലധികം തവണ ചർച്ച ചെയ്ത പ്രശ്നമാണ്. കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇപ്പോൾ അദ്ദേഹം മന്ത്രിസഭയിലില്ല, പക്ഷെ കഴിഞ്ഞ തവണയും ഈ ബില്ല് വന്നതാണ്, നീണ്ടുപോയതാണ്. അപ്പോൾ അതുകൊണ്ട് അത് അവർ കുറച്ചും കൂടി പക്വത കാണിക്കണമായിരുന്നു എന്നതാണ് എനിക്ക് അതേപ്പറ്റി പറയാനുള്ളത്. വനം നിയമ ഭേദഗതിയിൽ ഉണ്ടായിട്ടുള്ളത് അനാവശ്യ വിവാദങ്ങളാണ്. വസ്തുതകൾ പരിശോധിക്കാതെയുള്ള അത്തരം കാര്യങ്ങളിൽ നിന്ന് നേതാക്കൾ പിന്മാറണം. ബില്ലിൽ ഉൾക്കൊള്ളിച്ചുള്ള പലതും കർഷകർക്ക് ദോഷമെന്ന തരത്തിലുള്ള പ്രചരണം തെറ്റാണെന്നും ആശങ്കയുള്ള എല്ലാവരോടും മുൻവിധികളില്ലാതെ സംസാരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി വ്യക്തമാക്കി. ജണ്ടകൾ കയ്യേറരുത് എന്ന് പറഞ്ഞാൽ ചിലർക്ക് പൊള്ളുമെന്നും വനം മന്ത്രി പറഞ്ഞു. വനം നിയമത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വേണമെന്ന നിലപാടിലാണ് പുതിയ ഭേദഗതി കൊണ്ടുവരുന്നത്. കോടതി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഭേദഗതി. ഭേദഗതിയെക്കുറിച്ച് പക്വതയോടെ വേണം മതമേലധ്യക്ഷന്മാർ വിമർശനമുന്നയിക്കാനെന്നും മന്ത്രി വ്യക്തമാക്കി. അമൃത ന്യൂസ്, കോഴിക്കോട്. അതേസമയം വന നിയമ ഭേദഗതിയിൽ കേരള കോൺഗ്രസ് മുഖ്യമന്ത്രിയെ കണ്ട് അതൃപ്തി അറിയിച്ചു. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ആശങ്കകൾ ഗൗരവത്തോടെ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി ജോസ് കെ മാണി അറിയിച്ചു. വാറണ്ടില്ലാത്ത അറസ്റ്റ് അടക്കമുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും ബീറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് ഇത്രയും അധികാരം നൽകുന്നത് ഗൗരവമായി പരിശോധിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. കൊച്ചി കോയമ്പത്തൂർ RRTS പ്രായോഗികമാണെന്ന് കേന്ദ്ര നഗരവികസന മന്ത്രി മനോഹർ ലാൽ ഖട്ടാർ. കേരളത്തിന്റെ ഭൂപ്രകൃതി പദ്ധതിക്ക് അനുയോജ്യമാണ്. കേന്ദ്ര നഗരവികസന മന്ത്രാലയം ഇതിന്റെ സാധ്യതകൾ പരിശോധിച്ചു വരികയാണ്. വിമാനത്തിന് തത്തുല്യമായ സൗകര്യങ്ങളാണ് കൊച്ചി വാട്ടർ മെട്രോയിൽ ഉള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി. बहुत बड़ी आवश्यकता है। आबादी का शहरीकरण, अर्बनाइजेशन बहुत तेज़ गति से हो रहा है, उसके अंदर हम आगे बढ़ रहे हैं। और विशेष तौर पर इसमें मैं अर्बन मोबिलिटी की अगर बात करता हूँ तो मेट्रोस
मेट्रोज हैव ए स्पेसिफिक रोल फॉर अर्बन ट्रांसपोर्टेशन। उसी अर्बन यानी मोबिलिटी के एक हिस्से के तौर पर अगर आप देखते हैं तो ये जो वाटर मेट्रो है, രാജ്യം വിട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വിട്ടുനൽകണമെന്ന് ബംഗ്ലാദേശ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു. ഇക്കാര്യം ആവശ്യപ്പെട്ട് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഇന്ത്യയ്ക്ക് നയതന്ത്ര കുറിപ്പ് കൈമാറി. വിചാരണ നടപടികൾക്കായി ഹസീനയെ കൈമാറണമെന്നാവശ്യപ്പെട്ട് ഔദ്യോഗികമായി ഇന്ത്യയ്ക്ക് കത്ത് കൈമാറിയതായി ഇടക്കാല സർക്കാരിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് തൗഹീദ് ഹുസൈൻ വ്യക്തമാക്കി. വിഖ്യാത സംവിധായകൻ ശ്യാം ബെനഗൽ അന്തരിച്ചു. അന്ത്യം 90-ാം വയസ്സിലാണ്. മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഇന്ത്യൻ സിനിമയിലെ പകരം വയ്ക്കാനില്ലാത്ത സംവിധായകനാണ് ശ്യാം ബെനഗൽ. ദാദേ സാഹിബ് ഫാൽക്കെ അവാർഡ് ഉൾപ്പെടെ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. 18 ദേശീയ പുരസ്കാരങ്ങളാണ് അദ്ദേഹം നേടിയത്. കാസർഗോഡ് പെരിയയിലെ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ പൂർത്തിയായി. ഈ മാസം 28-ന് എറണാകുളം CBI കോടതി വിധി പറയും. കേസിലെ 1-ാം പ്രതിയും CPM മുൻ ലോക്കൽ കമ്മിറ്റി അംഗവുമായ A. പീതാംബരൻ ഉൾപ്പെടെ 14 പേരെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നത്. സമീപകാലത്ത് CPMനെ ഏറ്റവും പ്രതിരോധത്തിലാക്കിയ കേസാണ് പെരിയയിലെ കൊലപാതകം. 2019 ഫെബ്രുവരി 17-നാണ് കല്യാട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷും ശരത് ലാലും കൊല്ലപ്പെട്ടത്. തുടക്കത്തിൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചു. മരണപ്പെട്ടവരുടെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് കേസ് CBI ഏറ്റെടുത്തത്. ക്രൈംബ്രാഞ്ച് 14 പേരെ പ്രതി ചേർത്ത കേസിൽ CBI 10 പ്രതികളെ കൂടി ഉൾപ്പെടുത്തി. ആകെ 24 പ്രതികളുള്ള കേസിൽ CPM ഏരിയ സെക്രട്ടറി A. പീതാംബരനാണ് 1-ാം പ്രതി. നിരവധി പ്രാദേശിക നേതാക്കളും കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്നു. 1-ാം പ്രതിയടക്കം 11 പ്രതികൾ 5.5 വർഷത്തിലേറെയായി ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. 2023 ഫെബ്രുവരിയിലാണ് CBI കോടതിയിൽ വിചാരണ തുടങ്ങിയത്. അമൃത ന്യൂസ്, കൊച്ചി. ശരണാമൃതം co-powered by Bharat Lachna Multi-State Housing Cooperative Society Limited in association with വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സ്വാമിയേ ശബരിമല തീർത്ഥാടനത്തിന് എരുമേലി കാനനപാത വഴിയുള്ള സഞ്ചാര സമയം ദീർഘിപ്പിച്ചു. 1 മണിക്കൂർ അധികമായാണ് അനുവദിച്ചിട്ടുള്ളത്. അഴുതക്കടവിൽ നിന്നും രാവിലെ 7 മുതൽ ഉച്ചകഴിഞ്ഞ് 3:30 വരെ പ്രവേശനം സാധ്യമാണ്. മുക്കുഴിയിൽ നിന്നും രാവിലെ 7 മുതൽ വൈകിട്ട് 4 വരെ തീർത്ഥാടകരെ കടത്തിവിടും. സത്രം പുല്ലുമേട് വഴിയുള്ള പ്രവേശന സമയത്തിൽ മാറ്റമില്ല. പുല്ലുമേട് വഴി രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത്. തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. 101 വയസ്സായ പാർക്കുട്ടിയമ്മ ശബരിമലയിലെത്തി അയ്യപ്പ ദർശനം നടത്തി. പ്രായത്തിന്റെ അവശതകൾ മാറ്റിവെച്ച് കൊച്ചുമക്കൾക്ക് ഒപ്പമാണ് പാർക്കുട്ടിയമ്മ എത്തിയത്. 100-ാം വയസ്സിൽ ഈ മുത്തശ്ശി കഴിഞ്ഞ തവണ കന്നിമല ചവിട്ടിയിരുന്നു. വയനാട് മീനങ്ങാടിയിൽ നിന്നാണ് അയ്യനെ കാണാൻ 101-ാം വയസ്സിൽ പാർക്കുട്ടിയമ്മ എത്തിയത്. കൊച്ചുമകൻ ഗിരീഷ് കുമാർ, കൊച്ചുമകന്റെ മക്കളായ അമൃതേഷ്, അവന്തിക എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. പതിനെട്ടാം പടി ഒഴിച്ചിട്ട് ദർശനത്തിന് എല്ലാ സൗകര്യങ്ങളും ദേവസ്വം ബോർഡും പോലീസും ഒരുക്കി നൽകി. കഴിഞ്ഞ തവണ 100-ാം വയസ്സിൽ കന്നിമല ചവിട്ടിയപ്പോൾ അന്നേ മനസ്സിൽ കുറിച്ചതാണ് ഇത്തവണ മല ചവിട്ടും എന്നത്. അങ്ങനെ പ്രായത്തിന്റെ അവശതകൾ മാറ്റിവെച്ച് മുത്തശ്ശി 18-ാം പടികളും ചവിട്ടി അയ്യന്റെ മുന്നിലെത്തി. കണ്ണു നിറയെ അയ്യനെ കണ്ടു തൊഴുതപ്പോൾ അടുത്ത തവണയും വരാൻ കഴിയണേ എന്ന പ്രാർത്ഥന മാത്രം. ഇനി 101 വയസ്സ് വരെ 105 വയസ്സ് വരെ എനിക്ക് ആയുസുണ്ട്. അതൊന്നും ഇനി പറയാൻ പറ്റില്ല. അഷ്ടകൊല്ലങ്ങൾ വന്നുണ്ട്. പക്ഷെങ്കിൽ വരും. അല്ലെങ്കിൽ ദൈവം വിളിച്ചാൽ പോകാതിരിക്കും. ഇനി പോകാൻ ദൈവം വിളിച്ചാൽ 101-ാമത്തെ വയസ്സിലാണ് ഇപ്പോൾ ഈ കൊല്ലം വന്നത്. പൊന്നു 18-ാം പടിയും പൊന്നമ്പലവും കണ്ട് മനസ്സ് നിറഞ്ഞാണ് ഇത്തവണയും പാർക്കുട്ടിയമ്മയുടെ മലയിറക്കം. ക്യാമറമാൻ CS ബൈജുവിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, സന്നിധാനം.
സുനാമി ദുരന്തം 2 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും പുനരധിവാസ പദ്ധതികൾ പലതും പാതി വഴിയിലാണ്. സംസ്ഥാനത്ത് നടപ്പിലാക്കിയ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ പലരും സുനാമി ബാധിതരുമല്ല. അടിയന്തരമായി നടപ്പിലാക്കേണ്ട തീരസംരക്ഷണം പോലും എങ്ങും എത്തിയിട്ടില്ല. സുനാമി പദ്ധതിയിൽ സർക്കാർ നൽകിയ വീടുകളും ഫ്ളാറ്റുകളും ഇതിനോടകം തന്നെ തകർന്ന നിലയിലുമാണ്. റിപ്പോർട്ടിലേക്ക്. സുനാമി അടിയന്തര സഹായമായി 245 കോടി 46 ലക്ഷം രൂപയും അധിക സഹായമായി 1148 കോടിയും ലോകബാങ്ക് സഹായമായി 43 കോടി 80 ലക്ഷം രൂപയും ജപ്പാൻ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 കോടി 49 ലക്ഷവും ചേർത്ത 1441 കോടി 75 ലക്ഷം രൂപയാണ് സുനാമി പുനരധിവാസ പദ്ധതികൾക്കായി കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിച്ചത്. ഇതിൽ ലോകബാങ്ക് സഹായം പുതിയ സഹായമല്ലാത്തതിനാലും ജലവിഭവ വകുപ്പ് നേരിട്ട് കൈകാര്യം ചെയ്യുന്നതിനാലും പുനരധിവാസ പദ്ധതിക്ക് കീഴിൽ വിനിയോഗിക്കുവാൻ സാധിച്ചില്ലെന്ന് മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം സംബന്ധിച്ച് പഠനം നടത്തിയ നിയമസഭാ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ബാക്കി 1397 കോടി 95 ലക്ഷം രൂപയുടെ സുനാമി പുനരധിവാസ പദ്ധതികളാണ് കേരളത്തിൽ നടപ്പിലായത്. എന്നാൽ ഇതിൽ പല ഫണ്ടുകളും കൃത്യമായി ഉപയോഗപ്പെടുത്താതെ നഷ്ടമായി. സുനാമി സ്പെഷ്യൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2562 വീടുകളും ജനറൽ പാക്കേജിൽ ഉൾപ്പെടുത്തി 9498 വീടുകളും ചേർത്ത് 12060 വീടുകൾ നിർമ്മിക്കാൻ അനുമതി നൽകിയിരുന്നു. എന്നാൽ സർക്കാർ ഒരുക്കിയ സുനാമി വീടുകളുടെയും ഫ്ളാറ്റുകളുടെയും ഇന്നത്തെ അവസ്ഥ പരമ ദയനീയമാണ്. പിന്നെ താമസിക്കുന്ന ഫ്ലാറ്റ് മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് ഞങ്ങൾ 11 കൊല്ലമായുള്ളൂ. ഫ്ലാറ്റ് മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇടിഞ്ഞ് വീഴാറായി. ഈ ജനങ്ങൾ മൊത്തം ദുരിതത്തിൽ കിടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ രാഷ്ട്രീയക്കാരും കുറേ ഉദ്യോഗസ്ഥന്മാർ നമ്മളെ കൊണ്ട് ദുരിതത്തിലാക്കി കളഞ്ഞു. ഞങ്ങൾ കുറച്ച് കുടുംബക്കാർ ഇവിടെ കിടന്ന് അനുഭവിക്കുകയാണ്. സുനാമിക്ക് ശേഷം കടലേറ്റം രൂക്ഷമായി, തീരം ശോഷിച്ചില്ലാതാകുന്നു. എന്നിട്ടും തീരസംരക്ഷണത്തിന് സർക്കാരുകൾ വേണ്ട പരിഗണന നൽകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. കാശ്മീർ പോലെയുള്ള പ്രദേശങ്ങളിൽ ധാരാളം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ രാജ്യത്തെ സംരക്ഷിക്കുമ്പോൾ ഇവിടെ ഒരു ഇന്ത്യയുടെ അതിർത്തിയായ ഈ ആലപ്പാട് പ്രദേശത്ത് ഏതു തരത്തിലുള്ള സംരക്ഷണമാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഒരു വിധത്തിലുള്ള സംരക്ഷണവും ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇന്നും നിലനിൽക്കുകയാണ്. സുനാമി പുനരധിവാസ പദ്ധതിയുടെ പേരിൽ നടപ്പായ പല പദ്ധതികളും സുനാമിയുമായി പുലബന്ധം പോലുമില്ലാത്ത പ്രദേശങ്ങളിലായിരുന്നു എന്നതാണ് മറ്റൊരു വിരോധാഭാസം. സുനാമിയുടെ പേരിൽ ഭരണാധികാരികൾ പറഞ്ഞു പെരുപ്പിച്ച കണക്കുകളിലേറെയും ഗുണഭോക്താക്കൾക്ക് ഇന്നും അന്യം തന്നെയെന്ന് സാരം. നാട് നേരിട്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായ സുനാമി ദുരന്തത്തിനിരയായ ആലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിച്ച സഹായങ്ങൾ പലതും ഇന്നും എത്തിയിട്ടില്ല. ഇത് നീതി നിഷേധത്തിൻ്റെ മറ്റൊരു വശം കൂടിയാണെന്ന് പറയാതെ വയ്യ. ആലപ്പാട്ടെ സുനാമി സ്മൃതി മണ്ഡപത്തിനടിയിൽ നിന്നും പ്രതിപാളത്തുകൊണ്ടൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം. കായിക വാർത്ത നോക്കാം. ഇന്ത്യൻ ഹോക്കി ടീം നായകൻ ഹർമൻപ്രീത് സിംഗിന് രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയായ ഖേൽ രത്നയ്ക്ക് ശുപാർശ. പാരാ ഹൈജമ്പ് താരം പ്രവീൺ കുമാറും ഖേൽ രത്നയ്ക്കുള്ള ശുപാർശ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഒളിമ്പിക് മെഡൽ ജേതാവിനെ ഖേൽ രത്നയ്ക്ക് പരിഗണിച്ചില്ല എന്നാണ് റിപ്പോർട്ട്. 12-അംഗ സെലക്ഷൻ കമ്മിറ്റി നൽകിയ ശുപാർശയിൽ മനു ഫാക്കർ ഇടം നേടിയിട്ടില്ല എന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലാണ് സെലക്ഷൻ കമ്മിറ്റി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.